ഹലോ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. ഫിറ്റ് ട്രേഡിലെ 10 മാർക്കിനുള്ള എക്സാമായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡിയായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 10 മൊഡ്യൂളുകളിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ വീതമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ എക്സാം 10 മാർക്കിനാണ്. ഓക്കെ, എക്സാം ഹാളിൽ നിങ്ങൾ നേരിടുന്നത് 10 മൊഡ്യൂളിൽ നിന്ന് 10 ചോദ്യങ്ങൾ വീതം 100 ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്ന്. വിച്ച് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് മാർക്കിംഗ് എന്നുള്ളതാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യമാണ്. ഏതാണ്? നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ലേ ഔട്ട് ആണല്ലേ. സോ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കുണ്ട് അല്ലേ. ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കിംഗ് മീഡിയ, മാർക്കിംഗ് ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തേത്, അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, ദ ഹാമർ യൂസ്ഡ് പ്രൊപ്പഗേറ്റിംഗ് മെറ്റൽ ഇൻ 1 ഡയറക്ഷൻ. ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത് 1 ഡയറക്ഷൻ എന്നുള്ളതാണ്. 1 ഡയറക്ഷൻ അലോങ് ദ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് ഈസ് ഏതാണ്? ഇപ്പോൾ സ്ട്രൈറ്റ് പിൻ ഹാമർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രൈറ്റ് പിൻ ഹാമർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കോർണേഴ്സിൽ എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. സോ ഒരു ഫിഗറൊക്കെ അവിടെ കാണിച്ചിട്ട് അറ്റ് കോർണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ബാൾ പിൻ ഹാമർ എന്ന് പറഞ്ഞിട്ട് റിവറ്റിങ്, അതുപോലെ തന്നെ ചിസൽ ഡ്രൈവ് ചെയ്തെന്ന ഒരു ഫിഗർ തന്നിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ഓൾ ഡയറക്ഷനിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതല്ല, സ്ലെഡ്ജ് ഹാമർ വരത്തില്ല അല്ലേ. സ്ലെഡ്ജ് ഹാമർ വരത്തില്ല. നമുക്ക് ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ലെഡ്ജ് ഹാമറും നോക്കാനുണ്ട്. സോ ക്രോസ് പീൻ ഹാമറാണ് എന്ത് ചെയ്യുന്നത്? മെറ്റലിനെ 1 ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്, സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത്. സോ സ്ലെഡ്ജ് അതിൻ്റെ ഒരു ഫിഗറൊക്കെ തന്നിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റിലുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ 2-ൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കുക. വാട്ട് ഷുഡ് ബി ദ ബ്ലാങ്ക് സൈസ് ഓഫ് റൗണ്ട് ബാർ കട്ടിംഗ് M16 ത്രെഡ് 1 മില്ലിമീറ്റർ പിച്ച്? സോ ചോദ്യം വന്നിട്ടുള്ളത് എത്രാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്? 1, 2, 3 മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ഡൈ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുമാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഡൈ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും. സോ ഈ ഒരു ടൈം നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാനുള്ള ടൈമാണ്. ഓക്കെ, ചെയ്ത് നോക്കുവാനുള്ള ടൈമാണ്. നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഡൈയിൻ്റെ ബ്ലാങ്ക് സൈസാണ് കാണേണ്ടത്. എന്താണ്? ബ്ലാങ്ക് സൈസാണ് കാണേണ്ടത് അല്ലേ. ബ്ലാങ്ക് സൈസ്. സോ ബ്ലാങ്ക് സൈസ് ക്യാപിറ്റൽ D കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? D/10 ആണോ? D/10 ആണോ? അതോ P/10 ആണോ? യെസ്, P/10 എന്താണ്? P എന്ന് പറയുന്നത് പിച്ചായിരുന്നു. സോ പിച്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഭാഗിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ആയിട്ടാണ് വരിക? M6 ഈ ഒരു 60-ൽ നിന്നും പിച്ച് ഡിവൈഡഡ് ബൈ 10, 1/10. ഓക്കെ, ഉത്തരം 15.9 എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ആക്യുറേറ്റ്ലി മെഷർ ദ ആംഗിൾ ഓഫ് ടേപ്പർ? ആക്യുറേറ്റ്ലി മെഷർ ദ. സോ ടേപ്പർ ഗേജ് ഉണ്ട്, പ്രൊട്ടാക്ടർ ഉണ്ട്. വെർനിയർ ബിവൽ പ്രൊട്ടാക്ടർ ആക്യുറസി എത്രയാണ്? 5 minutes ആണ്. ബിവൽ ഗേജ് ഉണ്ട്. ഓക്കെ, സോ വെർനിയർ ബിവൽ പ്രൊട്ടാക്ടറാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം 1, 2, 3, 4 മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. 5-ാമത്തെ മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. 5-ാമത്തെ മൊഡ്യൂൾ. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഫോർ ദ മെറ്റൽ ഇൻ ദി പ്രോസസ് ഓഫ് കാസ്റ്റിംഗ്, വെൽഡിംഗ്, ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ്? ഫ്യൂസിബിലിറ്റി, മെലാബിലിറ്റി ഒക്കെ ഓപ്ഷനിലുണ്ട്. ഏതാണ് വരിക? സോ ഈ പ്രോസസ്സുകളുടെയൊക്കെ പ്രത്യേകത, മെറ്റലിനെയോ അല്ലെങ്കിൽ ഫില്ലർ മെറ്റലിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഉരുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഫ്യൂസിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് അറിയുന്നവർക്ക് ഈ ചോദ്യം സിമ്പിളാണ്. എന്താണ്? മെറ്റലിനെ ഉരുകാൻ അനുവദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണല്ലേ. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റലിനെ ഉരുകാൻ അനുവദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ 5 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 5 മൊഡ്യൂളിലെ 5 ചോദ്യം, 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഹൗ മച്ച് കിലോഗ്രാം ഓഫ് ഹാൻഡ് ഹാമർ യൂസ്ഡ് ഇൻ ഫോർജ് ഷോപ്പ് ആൻഡ് സ്മോൾ ഹാൻഡ്? അപ്പോൾ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യം എന്ന് പറയുന്നത് ഹാൻഡ് ഹാമറിൻ്റെ അല്ലെങ്കിൽ സ്മോൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാമറാണല്ലോ ഹാൻഡ് ഹാമർ. അതിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്.
നമുക്കറിയുന്നത് പോലെ തന്നെ 2 മുതൽ 3 കിലോഗ്രാം വരെയാണ്. ഓക്കെ, ഇവിടെ 2 ഓപ്ഷൻസാണ് അതുമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുതൽ 3 കിലോഗ്രാം വരെയാണ്. സോ 3 കിലോഗ്രാം മുതൽ 9 കിലോഗ്രാം വരെയാണ് സ്ലെഡ്ജ് ഹാമർ എന്നും നമുക്കറിയാം. അതിൽ ലോങ് ഹാൻഡിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഹാമർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷിയർ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഫോർ ദ ഇൻസൈഡ് കട്ടിങ് ഓഫ് ആൻ ഇൻട്രിക്കേറ്റ് വർക്ക് ഈസ് കാൾഡ്. ഷീറ്റ് മെറ്റലിൽ നിന്നുമാണ് ചോദ്യം എടുത്തിട്ടുള്ളത്. അപ്പം സ്കോച്ച് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 2 എന്തുണ്ടായിരിക്കും, കത്രിക പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഐ ഹോൾ കൊടുത്തിട്ടുള്ളത് ബെറ്റർ ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഹോക്ക് ബിലീഡ് ഷീറ്റ്സാണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് എന്നുള്ളത് അറിയാം. ഓൾ ഏവിയേഷൻ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾ കൈൻഡ് ഓഫ് വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോൺസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. 9ാമത്തെ മൊഡ്യൂളാണ്. അപ്പം ബ്രോൺസ് വെൽഡിങ്ങിന് ഏത് ടൈപ്പുള്ള ഓക്സി അസറ്റിലും ഫ്ലെയിമാണ്. ഓക്സി അസറ്റിലും ഫ്ലെയിം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലാണുള്ളത്? ഒന്ന് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ഓക്കെ, ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഓക്സിജൻ അല്ലെങ്കിൽ അസറ്റിലിൻ എന്ന് പറയുന്നത് ഈക്വൽ പ്രൊപ്പോർഷൻ ആയിരിക്കും അല്ലേ. സോ രണ്ടാമത് വരുന്നതാണ് ഏത് ഫ്ലെയിം എന്ന് പറയുന്നത് ഓക്സിഡൈസിങ്ങിൽ ഓക്സിജൻ്റെ അളവാണ് കൂടുതൽ. പിന്നെ വരുന്നത് ഏതാണ്? കാർബറൈസിങ്, അവിടെ അസറ്റലിൻ്റെ അളവാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബ്രോൺസ് അല്ലെങ്കിൽ ബ്രാസ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. ഓക്സിഡൈസിങ് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് നമ്മൾ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഓക്സിഡൈസിങ് ഫ്ലെയിം നമ്മൾ ബ്രോൺസുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്ലൈറ്റ്ലി റെഡ്യൂസിങ് അഥവാ സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് നമ്മൾ അലുമിനിയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം നമ്മൾ ടിൻ്റെ വെൽഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് ചോദ്യം 10ാമത്തെ ചോദ്യം. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ ആകുമ്പോൾ നിങ്ങൾക്ക് 10 മാർക്കും കിട്ടും. The tailstock barrel has an internal taper. Which one of the following standard taper is provided in the barrel bore? Barrel boreൽ ഏതാണ്? സംശയം വേണ്ട, മോഴ്സ് ടേപ്പർ ആണ്. MD0 മുതൽ MD7 വരെ 8 നമ്പർ ഓഫ് ടാപ്പർ ആണുള്ളത്. എന്നാൽ ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നുണ്ടെങ്കിൽ MD0 to 7 എന്ന് കുത്തരുത്. MD0 to 7 അല്ല, MD1 to 5 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. 10 ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് വിശ്വാസം. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൊഡ്യൂൾ ഒന്നുകൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. കാരണം നിമിയുടെ സിലബസിൽ നിന്നാണ് 10 ചോദ്യങ്ങളും സിലബസിനുള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഏതെങ്കിലും ടോപ്പിക്ക് മിസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്